പാലക്കാട് കോൺഗ്രസിന് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായി? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയില്ലേ? അതുപോലെ തന്നെ നിലമ്പൂരും ഷൗക്കത്ത് തന്നെ MLA ആകും. അത്രയ്ക്കും ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് തങ്ങളുടെ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സണ്ണി ജോസഫ്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും UDF-ൽ ഒരാശങ്കയുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. പ്രിയങ്ക ഗാന്ധി വന്നതോടെ ആത്മവിശ്വാസം കൂടിയെന്നും നിലമ്പൂരിൽ പാലക്കാട് ആവർത്തിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. രാജിവെച്ചപ്പോൾ PV അൻവർ പറഞ്ഞത് ഇനി മത്സരിക്കുന്നില്ല എന്നാണെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറിയല്ല എന്നും കൂട്ടിച്ചേർക്കാൻ സണ്ണി ജോസഫ് മറന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പെട്ടി നാടകത്തെ പറ്റി ഒരക്ഷരം മിണ്ടാതെയായിരുന്നു സണ്ണി ജോസഫിന്റെ തകർപ്പൻ മറുപടി. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പ്രചാരണമാണ് നടക്കുന്നത്. നാളെ കൊട്ടിക്കലാശം നടക്കും. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-നാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചത് ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആര്യടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി. M സ്വരാജ് LDF സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ്. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട്. സണ്ണി ജോസഫിന്റെ തകർപ്പൻ മറുപടി പ്രസംഗത്തിലേക്ക് പോകാം. ഞങ്ങൾ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് UDF. ആര്യടൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇന്നലെ പ്രിയങ്കാജിയുടെ സന്ദർശനത്തോടുകൂടി ആത്മവിശ്വാസം ഒന്നുകൂടി ഇരട്ടി കണ്ട് വർദ്ധിച്ചിരിക്കുകയാണ്. എല്ലാ ഘടകങ്ങളും UDF-ന് അനുകൂലമാണ്, സർക്കാരിനെതിരാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. 10,000. മറ്റൊരു പാലക്കാട് ആരെങ്കിലും പറയോ വർഗീയവാദികളുടെ വോട്ട് വേണം? ആരെങ്കിലും പറയോ? മറ്റൊന്ന്, ഇന്നലെ UDF-ന്റെ പ്രിയങ്കാഗാന്ധിയുടെ പരിപാടികളിലൊക്കെ വലിയ ജനക്കൂട്ടമുണ്ട്. സമാനമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിന്റെ പരിപാടിയിൽ ജനക്കൂട്ടം കാണുന്നു. ആശങ്കയുണ്ടോ? വോട്ടെണ്ണുമ്പോൾ നിങ്ങളുടെ ആശങ്ക മാറും. ഒരാശങ്കയില്ല. നിലമ്പൂര് UDF. നിങ്ങൾ പാലക്കാട് എന്തായിരുന്നു പറഞ്ഞ? ആശങ്കയല്ലേ പറഞ്ഞേ? രാവിലെ ഇവിടെ നിൽക്കുന്നില്ലേ? ആശങ്ക മാറ്റി തന്നില്ലേ? ദാറ്റ് വിൽ റിപ്പീറ്റ് ഇൻ നിലമ്പൂർ ഓൾസോ. റോഡ് ഷോയിലെ വോട്ടായോ? ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. കമ്പാരിസന് പോലും അത് അവസരം നൽകുന്നില്ല. ഒരിക്കലും ഒരു ഫാക്ടർ അല്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? എന്തിനാ രാജിവെച്ചേ? രാജിവെക്കുമ്പോൾ പറഞ്ഞ എന്താ? നീ മത്സരിക്കുന്നില്ലെന്നാ? എന്തെല്ലാം നിലപാട് മാറ്റി മാറ്റി പറഞ്ഞു. ദാറ്റ്സ് നോട്ട് എ ഫാക്ടർ അറ്റ് ഓൾ. ഒരു സർക്കാരിനെതിരെയുള്ള വികാരം അൻവറിന് വോട്ടായി സമാഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. ആരാണ് കേരളത്തിലെ സർക്കാരിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ ശക്തി? നിയമസഭയ്ക്കകത്ത് മാത്രമല്ല, ജനങ്ങൾക്കത് നന്നായിട്ട് അറിയാമല്ലോ. ചേലക്കര മത്സരിച്ചുള്ള അൻവറിന്റെ സ്ഥാനാർത്ഥി. വാട്ട് വാസ് ദ ഇമ്പാക്ട്? ദാറ്റ് വിൽ ബി റിപ്പീറ്റഡ് ഹിയർ ഓൾസോ. താങ്ക് യു.